നന്ദി 20-ാം മൈൽസിൽ നിരന്തരമായി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അധികാരി കേന്ദ്രങ്ങൾ ഈ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാത്തത്? നിരന്തരം 20-ാം മൈൽസിൽ നിരന്തരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെ തൊട്ടടുത്ത ദിവസം ഒരു ലോറി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടു. അതിന്റെ പിറ്റേ ദിവസം ബസ് അപകടത്തിൽപ്പെട്ടു. ഒരു മിനി ലോറി അപകടത്തിൽപ്പെട്ടു. അതേ ദിവസം തന്നെ തൊട്ടപ്പുറത്ത് ബസ് അപകടത്തിൽ കുഴിയിൽപ്പെട്ടു. നിരന്തരം 20-ാം മൈൽസിൽ, നന്ദിയുടെ തൊട്ടടുത്ത് 20-ാം മൈൽസിൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അധികാരി കേന്ദ്രങ്ങൾ മൗനം വെടിയാത്തത് എന്നാണ് മനസ്സിലാകാത്തത്. എന്തുകൊണ്ട് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടും കണ്ടിട്ടും കാണാത്ത രീതിയിൽ നടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് രാവിലെ ഒരു സ്ത്രീ ഡ്രെയിനേജിലേക്ക് വീഴുന്ന കാഴ്ച നാം എല്ലാം കണ്ടതാണ്. നമുക്ക് ആ ദൃശ്യം ഒന്ന് ഇപ്പോൾ ഇവിടെ കാണാം. ആ ഡ്രെയിനേജിലേക്ക് സ്ത്രീ വീഴുന്നു. തൊട്ട് പിന്നാലെ ഒരു ബസ് വരുന്നു. ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഓടി ഇറങ്ങി ആ സ്ത്രീയെ കൈപിടിച്ച് കയറ്റുകയാണ് ആ ഡ്രെയിനേജിൽ നിന്ന്. ഇത്തരത്തിൽ ആളുകൾ മരണപ്പെടാൻ സാധ്യതയുള്ള രീതിയിലേക്ക് റോഡിന്റെ പ്രവൃത്തിയിലെ അപാകതകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടി, സഹോദരിക്ക് വേണ്ടി മരുന്ന് വാങ്ങാൻ വേണ്ടി പുറപ്പെട്ട വടകര സഹകരണ ആശുപത്രിയിലേക്ക് പുറപ്പെട്ട സ്ത്രീയാണ് അവിടെ അപകടത്തിൽപ്പെട്ടത്. അയനിക്കാട് സ്വദേശിയാണ് ആ സ്ത്രീ. ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ട് നിരന്തരം 10-ൽ കൂടുതൽ അപകടങ്ങൾ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയെങ്കിലും കണ്ണു തുറന്നേ മതിയാകും. ഇവിടെ മറ്റൊരു ദൃശ്യം നാം ഇവിടെ കാണിക്കാം. ഇവിടെ ഒരു ടാറിന്റെ ടിന്ന് അവിടെ നാട്ടുകാർ സ്ഥാപിച്ചിരുന്നു. ആ ടിന്ന് ഇവിടെ കുഴിയിൽ വീഴാതിരിക്കാൻ നാട്ടുകാർ വെച്ചതാണ്. ഈ ടിന്ന് എടുത്തു മാറ്റി അതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിരന്തരം അപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അധികാരി കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടായേ മതിയാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.